സ്വർണത്തിന്റെ വെട്ടി നമ്മൾ ചില്ലറക്കാശ് ഇടാൻ പോലും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നല്ല സങ്കടം ഉണ്ടാക്കുന്ന അവസ്ഥ തന്നെയാണ്. അങ്ങനെ ഒരുപാട് താരങ്ങളെ നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിക്കാതെ പലയിടത്തേക്കും വിട്ടുകളഞ്ഞിട്ടുണ്ട്. ജംഷഡ്പൂരിന് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ഋത്തിക് ദാസ്, പിന്നെ ജിതിൻ അമ്മസിന് നമ്മൾ സീനിയർ ടീമിൽ കളിക്കാൻ ഒരവസരം പോലും കൊടുത്തില്ല. റിസർവ് ടീമിൽ പോലും ഇടാതെ നശിപ്പിച്ച പ്ലേയേഴ്സിൽ ഒരാളായിരുന്നു നമ്മുടെ നൗറം മഹസിംഗ്. നൗറം മഹസിംഗ് ഒക്കെ ലോണിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയ ശേഷം അവിടെ നിന്ന് കത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഈസ്റ്റ് ബംഗാളിന്റെ പോസ്റ്റർ ബോയ് ആയിട്ട് മാറാൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ പോലും ബെഞ്ചിലിരിക്കേണ്ടി വന്ന നൗറം മഹസിംഗിന് കഴിഞ്ഞു. ഇപ്പം സത്യം പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിൽ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ നൗറം മഹസിംഗ് ആണ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് അവഗണനയുടെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ നൗറം മഹസിംഗ് എന്ന താരം ഇപ്പം ഈ ഈസ്റ്റ് ബംഗാളിന്റെ ക്യാപ്റ്റനായി വരാൻ പോവുകയാണ്. വരാൻ പോകുന്ന സൂപ്പർ കപ്പിൽ അവരുടെ ക്യാപ്റ്റനായിട്ട് നൗറം മഹസിംഗ് ആയിരിക്കും ആംബാൻഡ് അണിയാൻ പോകുന്നത്. ഏതായാലും ഈസ്റ്റ് ബംഗാൾ പോലെ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആവാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വെയിറ്റിംഗ് ലിസ്റ്റ് വെച്ചിരുന്ന ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സ്ഥലത്ത് ചെന്നപ്പം ഷൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വെടിമരുന്ന്, ഒരു ഫ്രേസ് പറഞ്ഞാൽ എങ്ങനെ അറിയും, ഈ വെടിമരുന്ന് നനഞ്ഞ പൊതിയിലിരുന്നിട്ട് കാര്യമൊന്നുമില്ല, വെടിമരുന്ന് തീക്കൊപ്പം ചേരുമ്പോഴാണ് ആളി കത്തുന്നത്. അതോടെ ബെഞ്ചിലിരുന്നവൻ എത്തേണ്ട അടുത്ത് എത്തിയപ്പം നിന്ന് കത്തുന്നുണ്ട്. അപ്പം നൗറം മഹസിംഗ് ഈസ്റ്റ് ബംഗാളിന്റെ പുതിയ ക്യാപ്റ്റൻ ആവുകയാണ്.